വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ. നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം സൺഡേ ഡിബേറ്റിലേക്ക്. പരമപവിത്രമായ ഈ മണ്ണിൽ ഭാരതാംബയെ നമുക്ക് പൂജിക്കാം. പുണ്യവാഹിനികളുടെ നീരിനാൽ തളിർത്തു വളരുന്ന പൂവും മൊട്ടും ഇറുത്തെടുത്ത് നമ്മുടെ അമ്മയ്ക്ക് സമർപ്പിക്കാം. പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സോടെ ഒന്നായി ഭാരതമാതാവിന് സേവനം ചെയ്യാം. പ്രഭാത ഭേരി മുഴക്കാൻ ഇവിടെ ഭഗത് സിംഹനും ഝാൻസി റാണിയുമുണ്ട്. ആത്മീയതയുടെ കോവിൽ തുറന്ന് നമുക്ക് ദിശാബോധം നൽകാൻ രാമകൃഷ്ണനും രാമദാസനും നമുക്കുണ്ട്. ഭാരതത്തിന് വേണ്ടി രണാങ്കണത്തിലേക്ക് എടുത്തു ചാടാൻ പ്രേരണാശക്തിയായി സ്വാമി വിവേകാനന്ദനുമുണ്ട്. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നമുക്ക് നിർമാല്യം തൊഴുത് ഉണരാൻ സാധിക്കണം. ആ സ്വത്വം മനസ്സിലാക്കിയാൽ മാത്രമേ ഭാരതം ഉണരുകയുള്ളൂ, നമ്മുടെ ഭാരതം ഉണരുകയുള്ളൂ. സർവം ഭാരതാംബയിൽ സമർപ്പിച്ച ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് എൻ്റെ സഹോദരന്മാരെ വർഗീയതയുള്ളത്? ഇനിയുമുണ്ട്. സ്വദേശം എന്നത് മാത്രം ധ്യാനം ചെയ്ത് സന്യാസിയാകണമെന്നും രാഷ്ട്രീയ സ്വയംസേവക സംഘം ശാഖയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ രാഷ്ട്രം, നമ്മുടെ രാഷ്ട്രം അമരമാകണമെന്നും നിഖില വൈഭവപൂർണമാകണം എവിടെയും ജനജീവിതമെന്നും ശാഖയിൽ പാടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വർഗീയമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത്? സൺഡേ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നു. സ്വത്വമറിഞ്ഞ് നമ്മുടെ ഭാരതം ഉണരേണ്ടേ? ഭഗത് സിംഗും ഝാൻസിയും. ഭഗത് സിംഗിനെ പറ്റി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെല്ലാം ഭഗത് സിംഗ് എന്ന് പറയുന്നതാണ്. പിന്നെയുള്ള ഝാൻസി റാണിയാണ്. ഝാൻസി റാണി എനിക്കറിയുന്നില്ല, ഇതുവരെ ആരും എതിർത്ത് കേട്ടിട്ടില്ല. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതായതുകൊണ്ട് അവരുടെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ എതിർപ്പ് കാണും. പിന്നെ എന്താ, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ ഇപ്പോൾ ഇവർക്കെല്ലാം എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ മഹർഷി അരവിന്ദനെ പറ്റി എല്ലാവരും പുകഴ്ത്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത പുരോഗമനപരമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ രാമകൃഷ്ണ പരമഹംസരെ പറ്റി പറയുന്നു. രാമകൃഷ്ണൻ, അതിൻ്റെ അകത്ത് വേണേൽ പറയാൻ ഒരു മതമുണ്ട്. പിന്നെ പറയുന്നത് സ്വാമി രാംദാസാണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ആളാണ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ നിത്യം നിർമാല്യം തൊഴുന്നതിനായി, നിർമാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അതിപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു വർഗീയത പറയാവുന്നതാണ്. നിർമാല്യം പാടില്ല എന്ന് പറയാവുന്നതാണ്. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിലും മികച്ചൊരു മറുപടിയില്ല. ചർച്ചയിൽ എന്നോടൊപ്പം കേസരി മുഖ്യപത്രാധിപർ ശ്രീ ഡോക്ടർ NR മധു, ഇടത് നിരീക്ഷകൻ ശ്രീ സതീഷ് വസന്ത, BJPയുടെ വക്താവ് ശ്രീ S നന്ദു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഡോക്ടർ NR മധു, സംഘത്തിൽ ഇവിടെ വരൂ, ഈ കാറ്റൊന്ന് നിൽക്കൂ, ഇവിടെ ഭാരതം ഉണരുന്നു. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ് മുതൽ സംഘത്തിൻ്റെ ശാഖയിൽ പോയി തുടങ്ങിയ ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ പരതുകയായിരുന്നു, എവിടെയെങ്കിലും RSSനെ പറ്റി എവിടെയെങ്കിലും ഒരു വർഗീയമായിട്ട് എന്തെങ്കിലും ഒരു വരി ഉണ്ടോ എന്ന്. എൻ്റെ ഒരു എളിയ പഠനത്തിൽ ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങയ്ക്കത് കാണാൻ സാധിച്ചിരുന്നോ ശ്രീ ഡോക്ടർ NR മധു? അല്ല, ഈ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന സമയത്ത് അതിൽ യാത്ര ചെയ്ത കുട്ടികൾ വളരെ സ്വാഭാവികമായി പാടിയ ഒരു ദേശഭക്തി ഗാനം, കേരളത്തിൽ ദേശഭക്തി ഗാനം നിരോധിച്ച വിവരം നമ്മളാരും അറിഞ്ഞില്ല. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ എന്ന് കുട്ടികൾ പാടിയിരുന്നെങ്കിൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ആഘോഷിച്ചേനെ. അത് കുട്ടികളുടെ പ്രബുദ്ധതയായിട്ട് അളന്നേനെ. പാവപ്പെട്ട കുട്ടികൾക്ക് ആ പാട്ട് അറിയില്ല, കാരണം അവർ പഠിക്കുന്നത് വിദ്യാനികേതൻ്റെ സ്കൂളിലാണ്. അത് ദേശീയത പഠിപ്പിക്കുന്ന സ്കൂളാണ്, ദേശഭക്തി ഗാനങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഈ സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന ഗീതങ്ങളിലൊന്നും ഞാനും ഇന്നുവരെ വർഗീയതയൊന്നും കേട്ടിട്ടില്ല. അതിൽ മുസ്ലിങ്ങളെ കൊല്ലണമെന്നോ ക്രിസ്ത്യാനികളെ ഓടിക്കണമെന്നോ യഹൂദരെ പറപ്പിക്കണമെന്നോ ഒന്നും അതിനകത്തില്ല. അത് കറകളഞ്ഞ ദേശഭക്തിയുടെ ഗീതമാണ്. അത് വർഗീയമാണ്, അത് ഇവിടെ പാടാൻ പാടില്ല, അത് RSSകാർ പാടുന്നതായതുകൊണ്ട് കുട്ടികൾ തീരെ പാടാൻ പാടില്ല.
ആ പാട്ടുപാടിയ സ്കൂളിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വിവരക്കേടിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വാ തുറന്നാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ വളരെ അപകടകരമായൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നാളെ ഇനി ഇവർ വന്ദേ മാതരം പാടാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നാരായണ ഗുരുദേവൻ്റെ ദൈവദശകം പാടാൻ പാടില്ല. കാരണം RSS ഇത് പാടുന്നുണ്ട്. ഞാൻ ദൈവദശകം പഠിച്ചത് RSSൻ്റെ ശാഖയിൽ നിന്നാണ്. അതേപോലെ ONVയുടെ പാട്ട് പാടാൻ പാടില്ല. കാരണം ONVയുടെ കവിതകൾ ഇപ്പം ഭാരതഹൃദയ വിപഞ്ചിയിൽ ഉണരും രാഗമാലിക നാം ONV സാർ എഴുതിയാണ്. അപ്പം അത് ഗണഗീതമായിട്ട് സംഘത്തിൻ്റെ ശാഖയെ പാടുന്നുണ്ട്. ഇപ്പം ഇന്നലെ വന്ദേ ഭാരതിൽ അവർ ഇത് പാടാമല്ലോ, ഒന്ന് വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം കുട്ടികൾ ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം എന്ന് പാടിയിരുന്നാലോ വലിയ അപകടമായനെ. ONV എഴുതിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ONV കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എഴുതിയാണെങ്കിൽ അത് കുഴപ്പമില്ല, അത് പാടിയാൽ കുഴപ്പമില്ല. ഇത് ONV സാറിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഇത് സംഘത്തിൻ്റെ ശാഖയിൽ പാടുന്ന ഗീതങ്ങളാണ്. ഇനി ഏതൊക്കെ പോട്ടെ, അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പാടുന്ന ഒരു 10 ഗണഗീതമല്ല ദേശഭക്തി ഗാനങ്ങൾ അവരൊന്ന് പറയട്ടെ, അത് നമുക്ക് പാടാം ഇനി. അതുപോലെ കോൺഗ്രസ് സതീശൻ വളരെ ഗംഭീരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് കേട്ടു. സതീശൻ കോൺഗ്രസ്സുകാരിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു 10 ദേശഭക്തി ഗാനങ്ങൾ ഒന്ന് പാടട്ടെ. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിപ്പ് എന്താണെന്ന് സാധാരണക്കാർക്കറിയാം. ഇത് ഇവിടുത്തെ സംഘടിത വർഗീയ മതമൗലികവാദ ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട് നാടകമാണ്. ആ പൊറാട്ട് നാടകം നമ്മുടെ കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ്. ഇവർ പണ്ട് വന്ദേ മാതരം പാടിയ സമയത്ത് കോൺഗ്രസ്സുകാർ വന്ദേ മാതരം പാടാൻ പാടില്ല, കാരണം അത് മുസ്ലിം ലീഗുകാർക്ക് ഹറാമാണ്. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അമ്മയെ വന്ദിക്കൂ എന്ന് പറയുന്ന ഭാഗമുണ്ട്, ദുർഗാം ദശപ്രഹരണധാരിണി എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതൊക്കെ മതേതരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ദേ മാതരം മുറിച്ചു മാറ്റിയവരാണ് ഇവർ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു, വന്ദേ മാതര ഗാനത്തെ പോലും മുറിച്ചവരാണ് ഇവർ. അപ്പം RSSൻ്റെ ശാഖയിൽ പാടുന്നത് എന്താണെന്ന് ഇപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞു. അത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പ്രബുദ്ധരാക്കുന്ന, ദേശഭക്തരാക്കുന്ന, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ എന്ന പാട്ടിന് അവാർഡ് കൊടുത്തവരല്ലേ ഇവർ. കുതന്ത്രതന്ത്രമൊന്നും അറിയില്ല എന്ന് പാടുന്നവൻ അവാർഡ് കൊടുത്തവരല്ലേ. അപ്പോൾ കുട്ടികൾ കഞ്ചാവ് അടിച്ചും കള്ളടിച്ചും ഒക്കെ നടക്കണമെന്നാണ് ഇവർ പറയുന്നത്. അത്തരം കഞ്ചാവിലും കള്ളിലുമൊക്കെ മതോന്മത്തരായി ബോധം നശിച്ചവരെയാണ് ഭാവിയിൽ പാർട്ടിക്ക് ആവശ്യം. അതിനു പകരം ഭാരതമാതാ ജയകാരം എന്ന് പാടിയാൽ കുഴപ്പമായി, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ കുഴപ്പമായി. അപ്പം കേരളം എങ്ങോട്ട് പോകുന്നു എന്ന ഒരു വലിയ വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. എന്റെ രാഷ്ട്രം അമരമാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ള ഒരു തിരിച്ചു ചോദ്യം ചോദിക്കേണ്ടി വരും. അമരമാകണം എൻ്റെ രാഷ്ട്രം എന്ന് അല്ലല്ല, എൻ്റെ രാഷ്ട്രം മുടിഞ്ഞു പോകണമെന്ന് പാടിയാൽ സന്തോഷമായി. ഇവർ ചൈനയ്ക്ക് ജയ് വിളിച്ചവരല്ലേ, റഷ്യക്ക് ജയ് വിളിച്ചവരല്ലേ. അല്ലെങ്കിൽ സിറിയയുടെ കൊടിയും ഇപ്പം നമ്മൾ ഹമാസിൻ്റെ കൊടി, ദേശീയ പതാകയെക്കാളും ഉയരത്തിൽ ഹമാസിൻ്റെ കൊടിയും പാലസ്തീൻ്റെ കൊടിയുമായിട്ട് പ്രകടനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരനും അതുപോലെ മതമൗലികവാദിയും നിറഞ്ഞാടുന്ന കേരളത്തിൻ്റെ തെരുവിൽ പൊതുസ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഇതൊന്നും പാടില്ലെങ്കിൽ, പുഷ്പനെ അറിയാമോ എന്ന് പാടിയത് അമ്പലപ്പറമ്പിലാണ്. പരിപാവനമായ അമ്പലപ്പറമ്പിൽ പുഷ്പനെ അറിയാമോ എന്ന് പാടാം, പൊതുസ്ഥലങ്ങളിൽ അങ്ങനെ പാടാൻ പാടില്ല. നമ്മളിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യുന്നവർ എത്രയോ ചെറുപ്പക്കാർ ഈ ദീർഘയാത്രയിൽ സിനിമാ പാട്ടുകൾ പാടുന്നു. അത് അവരുടെ മനസ്സിന് ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ട് പാടാറുണ്ട്. നമ്മൾ യാത്രക്കാരും ചിലപ്പോൾ അവരോടൊപ്പം കൂടാറുണ്ട്. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം, ട്രെയിനിൻ്റെ പേര് വന്ദേ ഭാരതം, ഒരു ദേശഭക്തി ഗാനമാണ് പാടിയത്. അത് RSSകാർ ശാഖയെ പാടുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് ഹറാമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. ഇത് താലിബാൻ വൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന കാലത്തേക്ക് അവർ കടന്നു പോവുകയാണ്. അപ്പോൾ അവരോട് മത്സരിക്കുന്നത് ആരാ? സതീശനാണ്, കോൺഗ്രസിൻ്റെ സതീശനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സതീശനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന എവിടെയാണ്? ഞങ്ങൾ ദേശവിരുദ്ധരാണ്, ഞങ്ങൾ മുസ്ലിം മതമൗലികവാദി, ദേശീയ മുസ്ലിമിനെ ഞാൻ ഒരിക്കലും പറയില്ല, ദേശീയവാദികളായ മുസ്ലിങ്ങൾ അവർ വന്ദേമാതരം പാടുന്നവരാണ്, ദേശീയഗാനം പാടുന്നവരാണ്, ഇത്തരം പൊറാട്ടുകളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. ഇതൊരു പിടി മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട് നാടകമാണ്. ഇത് കേരളത്തെ എവിടെ കൊണ്ടേ എത്തിക്കുക? ഇപ്പം ഈ പാട്ടിൻ്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ഇവിടെ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചു, ആ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ആ പാട്ടിൽ ഒരു വരിയിൽ, ഒരക്ഷരത്തിൽ ഒരു ഇതര മതവിദ്വേഷമോ പരമതവിദ്വേഷമോ ഏതെങ്കിലും ഒരു ജാതി വിദ്വേഷമോ ഒരു ഭാഷാ വിദ്വേഷമോ എന്തെങ്കിലും പറയുന്ന ഒരു വരി ഉണ്ടെങ്കിൽ നാരായണ ഗുരുവിനെയും
ചട്ടമ്പിസ്വാമി അല്ല വിവേകാനന്ദനെയും ഒന്നും വന്ദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇതെന്താ താലിബാനോ? ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് താലിബാനിസ്റ്റ് കേരളമാണോ? നമുക്കറിയാം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന താലിബാനിസ്റ്റ് ശക്തികളാണെന്ന് നമുക്കറിയാം. ആ താലിബാനിസത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകമാണ്. ഇതൊന്നും അധികം കാലം ഉണ്ടാവില്ല. കാരണം ജനങ്ങളൊക്കെ തിരിച്ചെത്തട്ടെ. ഇതില് നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ സംഘത്തിന്റെ കുറേ ഗണഗീതങ്ങൾ ഞാനിങ്ങനെ ഓരോ വരികളെ ഇങ്ങനെ എടുത്തെടുത്ത് നമ്മളൊക്കെ ഇത് ശാഖയിൽ പാടി എത്ര മനോഹരമായ ഗാനങ്ങളാണ്. ഇതൊക്കെ എഴുതിയത് ആരാണെന്ന് പോലും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഡോക്ടർ എൻ ആർ മധു എഴുതിയ 2 or 3 ഗണഗീതങ്ങൾ ഇപ്പോഴും സ്വയം സേവകർ പാടി നടക്കുന്നുണ്ട്. പക്ഷേ ഞാനാണ് എഴുതിയത് എന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. അത് ഏതൊക്കെ ഗണഗീതങ്ങളാണെന്ന് ഒരു പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഉപനിഷത്തുകൾ, നമ്മുടെ വേദങ്ങളൊക്കെ എഴുതിയത് ആരാണ് ആർക്കും അറിയില്ല. അത് നാളത്തെ സമാജത്തിന് വേണ്ടിയിട്ടാണ്, നാളത്തെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. സമർപ്പണ മനോഭാവത്തോടു കൂടി ആ കർമ്മം ചെയ്ത് ഇവരൊക്കെ മാറി നിൽക്കുകയാണ്. ഇത് പല ഗണഗീതങ്ങൾ. ഇപ്പോൾ ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ. നേരത്തെ കുടിച്ച കള്ളമൊന്നും പറയില്ല എന്ന് പറയുന്ന വരിക അത് ആഘോഷിക്കപ്പെടുമ്പോൾ സംഘം പഠിപ്പിക്കുന്നത് ഉദാത്തമായൊരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, മഹത്വമാർന്നൊരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ, മുളയ്ക്കുമപ്പോൾ അഗ്നിച്ചിറകുകൾ അതീവ ശക്തങ്ങൾ വിദൂര തേജോ ലോകങ്ങളിലും പറന്നു ചെന്നിടാൻ. RSSന്റെ ശാഖയിൽ പഠിപ്പിക്കുന്ന, പാടുന്ന, ഞങ്ങളൊക്കെ പാടിയ പാട്ടുകളാണ്. മറ്റൊന്ന് നേരത്തെ ഡോക്ടർ എൻ ആർ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതഹൃദയ വിഭഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമാവൊരു രാഗമാലിക നാം, ഒന്നേ നമ്മുടെ മധുര സ്വപ്നം, ഒന്നേ സങ്കല്പം, ഒന്നേ നമ്മുടെ മാനസതാരിൻ സ്പന്ദന മൃദുതന്ത്രം, കരളിൽ കാൽത്തളിർ വെപ്പിലും ഒരുപോൾ ശ്രുതിലയ താളങ്ങൾ. മഹാകവി ഓൻവിയാണ് എഴുതിയത്. ശ്രീ സതീഷ് വസന്തൻ, ഇപ്പോൾ വിവാദത്തിൽ നിങ്ങളൊക്കെ കൊണ്ടെത്തിച്ച ഈ ഒരു ഗാനത്തിൽ അങ്ങ് ഈ ഗാനം മുഴുവൻ വരികൾ അങ്ങ് വായിച്ചിരുന്നോ ശ്രീ സതീഷ് വസന്ത്? ഇതിലെവിടെയാണ് ഒരു വർഗീയ മനോഭാവമുള്ളത്? ഈ വരികളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ശ്യാംബാബു, ആദ്യമേ ഇതിൽ തുടങ്ങിയപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു തന്നെ ഞാൻ ആദ്യമേ RSS ശാഖയിൽ പോയിട്ടാണ് വന്നിട്ടുള്ള. ഞാനൊരു സ്വയംസേവനാണ്, എനിക്കത് നല്ല ധൈര്യത്തിൽ പറയാൻ ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഡോക്ടർ മധു സാറും ആയിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന നന്ദു ആയിരുന്നാലും അവരൊക്കെ എന്ന് വെച്ചാൽ ശാഖയിൽ പോയി വളർന്നവരാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറ്റി, ഇത് നിങ്ങൾ ഈ ഗാനമൊന്നും ഇവിടെ നിരോധിച്ചിട്ടില്ല, ഇന്ത്യക്കകത്തോ ലോകത്തോ ഒരിടത്തും നിരോധിച്ചിട്ടില്ല. പക്ഷേ അത് എവിടെ പാടണം, എങ്ങനെ പാടണം എന്നുള്ള ഒരു രീതിയുണ്ട്. ഇപ്പം സ്വാഭാവികമായി നിങ്ങൾ തന്നെ പറയുന്നു RSS ശാഖയിലുള്ള ഗീതമാണ് ആ കുട്ടികൾ പാടിയത്. ആ കുട്ടികൾ പാടിയാലും കുഴപ്പമില്ല, ആ കുട്ടികൾ ആ സമയത്ത് അവിടെ പാടി അത് വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത് റെയിൽവേ എടുത്ത് അവരുടെ സൈറ്റിലിടുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു വന്ദേ ഭാരത് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ആരെയും കുടുംബസ്വത്തിൽ നിന്നല്ല ഇത് എടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് കൊടുക്കുന്ന നാനാവിധ മതസ്ഥരും നാനാജാതിക്കാരും കൊടുക്കുന്ന ടാക്സിൻ്റെ പൈസ എടുത്താണ് ഈ ട്രെയിനുകൾ എടുത്തിട്ടുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലാതെ ആരെയും കുടുംബസ്വത്തിൽ നിന്നൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം RSSൻ്റെ BJPയുടെ ഒരു രീതിയിൽ ഒന്നുമല്ല. ഈ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. അത് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അതിൻ്റെ രീതികളുണ്ട്. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന ആ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ മതക്കാരുണ്ട്, നാനാ ജാതിക്കാരുണ്ട്, വ്യത്യസ്ത നിലപാടുകളുണ്ട്, വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട്, വ്യത്യസ്ത ഭക്ഷണങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചാണ് ഒരു ഗവൺമെൻറ് ഭരിക്കുന്നത്, അറിയാമോ? അപ്പോൾ ഒരു വന്ദേ ഭാരത് അത് നല്ല കാര്യമല്ലേ? ഒരു വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്കകത്ത് കേരളത്തിൽ തന്നിട്ടുള്ള ഒരു ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പം അത് ആ കുട്ടികൾ പാടിയാലും തെറ്റില്ല. ആ പാടിയതെടുത്ത് അത് റെയിൽവേയുടെ ഇത് ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞു. ദേശഭക്തി ഗാനം ഇതാണോ? ഇന്ത്യയിലെ ദേശഭക്തി ഗാനം ഇതാണോ? അല്ലല്ലോ. ദേശഭക്തി ഗാനം എന്താണ്? അല്ല, ഞാൻ പറയട്ടെ, ദേശഭക്തി ജനഗണമന ദേശഭക്തി ഗാനമല്ലേ? അത് വന്ദേ ഭാരതം ഇതല്ലേ? നിങ്ങളെന്താ അതിലോട്ടൊന്നും പോകാത്തത്? ഇപ്പം നേരത്തെ പറയുന്ന കേട്ടു, ഡോക്ടർ മധു സാർ പറയുന്ന കേട്ടു, അദ്ദേഹം പറയുന്ന കേട്ടു ഇവിടെ വന്ദേ ഭാരതം കോൺഗ്രസ്. ഞാൻ കോൺഗ്രസിന്റെ വക്താവൊന്നുമല്ല ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഏതാണ് കോൺഗ്രസ്സുകാർ പാടുന്ന ഒരു 10 ദേശഭക്തി ഗാനം. അല്ല, ഞാൻ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരും രാഷ്ട്രീയ പാർട്ടികൾ. അല്ല, നിങ്ങൾ എന്താണ് മധു സാറേ, നിങ്ങൾ എന്താണ് ദേശീയഭക്തി ഇപ്പം എന്ന് പറയുന്നത്?
ഒരു 10 കൊല്ലം കൊണ്ട് ഇപ്പം മോഡി ഭരിക്കുന്നു, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ദേശീയ ഭക്തി ഗാനമൊക്കെ നിങ്ങൾക്ക് വരും. അല്ല നിങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് BJP ഞങ്ങൾ 1925 മുതൽ പാടാൻ തുടങ്ങിയ സഹോദര, 1925 മുതൽ പാടാൻ തുടങ്ങിയ എനിക്കറിയാൻ പറ്റുമോ? കാര്യം ഞാൻ ജനിച്ചത് ആ വർഷമാണ്, അതിന് മുമ്പുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഒന്ന് പഠിക്കാം. നമ്മൾ സമർപ്പിക്കുന്നത് ഭാരതാംബയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞിട്ട് അത് നമുക്ക് തോന്നുന്നേ, ഒരു ഹിന്ദുക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു RSS തോന്നും, ഒരു BJP. പക്ഷേ നിങ്ങൾ എന്തിനാണ് അതിലൊക്കെ പോണത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു അതെന്ന് പറയുന്നത് ആരെങ്കിലും ഇപ്പം BJPയിലെയോ RSSൻ്റെ ആൾക്കാർ മാത്രം കൊടുത്തിട്ടുള്ള ടാക്സ് മാത്രമല്ലല്ലോ ഇന്ത്യ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്കകത്ത് നാനാ മതസ്ഥരും അതുപോലെ തന്നെ ജാതിക്കാരും കൊടുത്തിട്ടുള്ള ടാക്സിൽ നിന്ന് ഒരു ട്രെയിൻ ഓടിക്കുമ്പോൾ അത് RSSന്റെ BJPയുടെ മാത്രമാണ്. ഗുരുദേവൻ RSSന്റെ മാത്രം സ്വത്താണോ? അല്ല, ആണോ? RSSന്റെ മാത്രം സ്വത്താണോ? അല്ലല്ലോ. അല്ലാത്തോണ്ടല്ലേ ഈ വിവാദങ്ങളെല്ലാം വന്നത്. ഈ രാജ്യത്തിന്റെ സ്വത്ത് ഞാൻ പറയുന്നത് മുൻപാകെ നെഞ്ചു വിരിച്ച് പറഞ്ഞ ആളുകളാണ് ഇതൊക്കെ. ആരാണ്? ഭഗത് സിംഗ്. ആരാണ് ഭഗത് സിംഗ്? ഞാൻ പറഞ്ഞത് മഹർഷി അരവിന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ, ഇനിയുണ്ട് ഒരുപാട് പേര്, രാമകൃഷ്ണ പരമഹംസർ, രാമദാസൻ, ഇവരെയൊക്കെ പ്രകീർത്തിക്കുന്നത് വന്ദേ ഭാരതിൽ ഇത് പാടിക്കൂടാ എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു ന്യായം? അല്ല, ന്യായമൊന്നും ഇപ്പം ന്യായം. ഇപ്പം അങ്ങ് ഡോക്ടർ നമ്മൾ ട്രെയിനിൽ ഇരുന്ന് പല പാട്ടുകളും പാടും, അതിലൊന്നും പ്രശ്നമല്ല. നമ്മൾ അത് ഒരു പാട്ടും പ്രശ്നമല്ല. പക്ഷെ അത് എവിടെ പോസ്റ്റ് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ഇത് വരും എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഭാരതത്തിന്റെ റെയിൽവേ ആക്കാൻ നിങ്ങൾക്ക് തീരടി തന്നിട്ടുണ്ട്. സൈന്യത്തിന്റെ ഭാരതത്തിന്റെ ധീര യോദ്ധാക്കൾ മുദ്രാവാക്യങ്ങൾ, ആ ഒരു രണഭേരി എന്തൊക്കെയാണെന്ന് അറിയാമോ? ധീര യോദ്ധാക്കൾ ശിവാജിക്ക് ജയ് വിളിക്കുന്നുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മഹാകാളിക്ക് ജയ് വിളിക്കുന്നുണ്ട്, BJPക്കാരെന്ന് പറയുമ്പോൾ വീര ഹനുമാന് ജയ് വിളിക്കുന്നുണ്ട്. ഇവിടെ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ADGPയുടെ ഒഫീഷ്യൽ പോസ്റ്റിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ നിലപാടെടുക്കുമോ? എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ നാനാ മതസ്ഥരും നാനാ ജാതിക്കാരും വസിക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യതയുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊരു പ്രസ്ഥാനത്തിൽ വരുമ്പോഴത്തേക്ക് പാട്ട് പാടിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു ജാഥയിൽ പാടിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളെ യോഗത്തിൽ പാടിക്കോളൂ, ഇതിലൊന്നും പ്രശ്നമല്ല. വന്ദേ ഭാരത് എന്നുള്ള പേരും മാറ്റേണ്ടി വരുമോ ശ്രീ സതീഷ്? അല്ല, വന്ദേ ഭാരത് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ മാറ്റേണ്ടി വരുമോ? എന്റെ ചോദ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യ എങ്ങനെയാണ് അറിയിക്കുന്നത്? ഇപ്പൊ പെട്രോളിയം ആയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നല്ലേ പറയുന്നത്, അല്ലേ? അതിനെ മാറ്റാൻ പറ്റുമോ? അങ്ങയുടെ ഈ ഒരു ന്യായവാദം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റേണ്ടി വരും. അല്ല, ഞാൻ പറയുന്നത് ഞാനിത് പറയുന്നത് ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ അവിടെ ഒരു ചിന്തയിൽ ഒരു ഇടുങ്ങിയ ചിന്തയിലോട്ട് വരല്ലേ, അതൊക്കെ എന്ന് പറയുന്നത് ശരിയാണോ? ആ ചിന്ത മാറ്റി അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി, അവരുടെ ശ്രീപീഠത്തിലാണ്, അവിടെയാണ് നിർമാല്യം തൊഴുതുണരാനായി. ഇവിടെ തളിരിടും ഒരൊറ്റ മൊട്ടും വാടിക്കൊഴിഞ്ഞു വീടില്ല, അവരുടെ ധന്യാത്മാവ് വിരാമം തഴുകിയിടും നീ ആരാമം. ഇവിടെ വരൂ, ഈ കാറ്റൊന്നേൽക്കൂ, ഇവിടെ ഭാരതം ഉണരുന്നു എന്നാണ് പറയുന്നത്. ഇതിനേക്കാൾ അപ്പുറത്തൊരു ആത്മവിശ്വാസം എന്താണ് കുട്ടികൾക്ക്, പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക? അമരമാകണം എൻ്റെ രാഷ്ട്രം എന്ന ആ രാഷ്ട്രഗീതത്തിൽ ആ ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ ഒരു വരിയുണ്ട്. ശ്രീ സരസ്വതി തന്നുപാസന ധർമ്മമാക്കിയ പുണ്യഭൂമിയിൽ അജ്ഞതാതിമിരം പടർന്നു കിടപ്പതെന്തു വിപര്യം. അന്തു അക്ഷരാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഉറഞ്ഞു തുള്ളി ഇപ്പം എന്തോ വലിയ ഒരു ദ്രോഹം ചെയ്ത പോലെയാണ് ആ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ അതിനങ്ങ് സംഘടിച്ചങ്ങ് എത്തുകയാണ്. ഈ പ്രതിഷേധ സൂചകമായി DYFI മാർച്ച് നടത്തുന്നു. അതിൽ പാടിയ പാട്ട് എനിക്കൊന്നും സ്വന്തമായി ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും സാരേ ജഹാം സേ അച്ഛ പാടി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കൂ. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഇതിനെ സമീപിക്കേണ്ടതാണ് എൻ്റെ ഒരു നിലപാട്. അതിൽ ആദ്യത്തെ കാര്യം, നേരത്തെ നമ്മളെല്ലാവരും കോമണായി ഡിസ്കസ് ചെയ്തതുപോലെ അവർക്ക് ദേശഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരുടെ ദേശഭക്തി എന്താണ്? ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചവർ എന്തിനാണ് ഇത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങളെ പോലും ഇകഴ്ത്തി കാണിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്?
പിന്നെ ശ്രീ എൻ ആർ മധുചേട്ടൻ ചോദിച്ചതുപോലെ എന്താണ് നിങ്ങളുടെ ദേശഭക്തിയുടെ നിർവചനം? ഈ 3 കാര്യങ്ങൾ നമ്മളതിനകത്ത് ചർച്ച ചെയ്യണം, ഒരു കണ്ടന്റിനകത്ത് ചർച്ച ചെയ്യണം. അതിൻ്റെ കാരണം നമ്മൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തിട്ടുള്ള കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറയുന്ന ഗാനമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ഗാനമായും അല്ലെങ്കിൽ അതിനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നമ്മൾ എത്ര തരത്തിലുള്ള സംവാദം നടത്തിയാലും ആ സംവാദം ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ അതൊരു കൃത്യമായിട്ടുള്ള അർത്ഥവത്താവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാമെന്നുള്ളതല്ലാതെ ഇവരോടൊന്നും ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ സാരേ ജഹാംസെ അച്ഛ പാടാൻ പോയ ആളുകളുടെ അവസ്ഥ, അവർക്ക് ആ വരികളുടെ അർത്ഥം എന്താണെന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിട്ടില്ല. അവർ ആ കൃത്യമായ ബോധ്യത്തോടു കൂടിയല്ല ആ പ്രതിഷേധിക്കാൻ വേണ്ടി പോയത്. ഇനി ഈ കുട്ടികൾ അവിടെ പാട്ട് പാടുന്നു. കഴിഞ്ഞ ആദ്യത്തെ വന്ദേ ഭാരത് ഈ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോഴും ഇതുപോലെ ചില കുട്ടികൾ പല സ്ഥലങ്ങളിലായി ഇത്തരം ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങളൊക്കെ ആലപിച്ചിരുന്നു. ഇപ്പം നേരത്തെ നമ്മുടെ എൻ ആർ മധുചേട്ടൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ ONV കുറുപ്പ്, അദ്ദേഹം അറിയപ്പെടുന്ന CPM-ൻ്റെ സഹയാത്രികനാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാരതഹൃദയ വിഭജിയിലുണരും ആ ഗീതമടക്കം കഴിഞ്ഞ ആദ്യത്തെ വന്ദേ ഭാരത് സമർപ്പിച്ച വേളയിൽ പല കുട്ടികളും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ ഗാനങ്ങളൊക്കെ തന്നെ കേരളം ഏറ്റെടുത്തതാണ്. കേരളത്തിലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അത്തരം ഗാനങ്ങളൊക്കെ ഇന്നും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ അന്നും അവൈലബിൾ ആയിരുന്നു, ഇന്നും അവൈലബിൾ ആണ്. അതൊക്കെ അന്നും പാടിയിട്ടുണ്ട്, ഇന്നും പാടിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. ഈ ഗീതത്തിൽ എവിടെയാണ് CPM-ന് എതിർപ്പുള്ളത് എന്ന് ചോദിച്ചാൽ CPM-ന് കൃത്യമായൊരു സ്ഥലം പറയാനില്ല. CPM പറയുന്നത് ഇത് RSSൻ്റെ ഗണഗീതമാണ്, അതുകൊണ്ട് ഇത് മാറ്റിവെക്കണം എന്നുള്ളതാണ്. നാളെ BJP ഒക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികൾ തുടങ്ങുമ്പോൾ വന്ദേ മാതരം പാടിയിട്ടാണ് കമ്മിറ്റികൾ ആരംഭിക്കുന്നത്. നാളെ ഇനി BJP അത് പാടുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് അത് പാടാൻ സാധിക്കില്ല. അത് പാടിയാൽ അത് ഇത്തരത്തിൽ ഹറാമാണ് എന്ന് പറയുന്ന നിലയിലേക്ക്, അതല്ലെങ്കിൽ ഇതെല്ലാം വർഗീയമാണ് എന്ന് പറയുന്ന നിലയിലേക്ക് നാളെ ഇവരുടെ മാനസികാവസ്ഥകൾ മാറില്ലേ? ഇനി ഈ നമ്മുടെ രാജ്യത്ത് ഭാരതാംബയെക്കുറിച്ച്, ഭാരതമാതാവിനെക്കുറിച്ച്, ഭാരതത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച്, അരവിന്ദ് മഹർഷിയെക്കുറിച്ച്, ഭഗത് സിംഗിനെക്കുറിച്ച്, അതുപോലെ ഝാൻസി റാണിയെക്കുറിച്ച്, വിവേകാനന്ദനെക്കുറിച്ചൊക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ, അങ്ങനെ തെറ്റ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ബിംബങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നവർ മധുരയിൽ ഒരു സമ്മേളനം നടത്തുമ്പോൾ സഖാവ് പിണറായി വിജയൻ, ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ സൂം ചെയ്യുമെങ്കിൽ ഞാൻ കാട്ടാം, കഫിയ ധരിച്ചു നിൽക്കുന്ന സഖാവ് പിണറായി വിജയനെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്താണ് കഫിയ? എന്ത് ഐക്യദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കഫിയ ധരിച്ചത്? അപ്പം നിങ്ങൾ മതേതരത്വ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ചില ലെഫ്റ്റ് ലിബറൽ എന്ന് ഞാൻ പറയുന്നില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്ന ചില തീവ്ര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാലസ്തീന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള മാർച്ചുകളൊക്കെ നടത്താൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ എന്താണ് CPM, എന്താണ് ദേശഭക്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് പറയേണ്ടി വരിക, JNU എന്ന് പറയുന്ന ക്യാമ്പസിനകത്ത് ഈ പറയുന്ന രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ആ വധശിക്ഷ നടപ്പിലാക്കിയപ്പോൾ യാക്കൂബ് മേമൻ എന്ന് പറയുന്ന, മക്ബൂൽ ഭട്ട് എന്ന് പറയുന്ന ഇത്തരത്തിൽ രാജ്യം അറിയപ്പെടുന്ന കുപ്രസിദ്ധരായിട്ടുള്ള ഭീകരവാദികളെ കൊന്നുതള്ളിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ വഴിയെ പോയി നിയമം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ച് അവർക്കും നിയമപരമായി എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കൊടുത്തതിന് ശേഷം നിയമസംഹിത ഒരു തീരുമാനമെടുത്ത് രാജ്യത്തിൻ്റെ പരമാധികാര കോടതി, സുപ്രീം കോടതി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ച് വധശിക്ഷ നടപ്പിലാകുമ്പോൾ നിങ്ങളുടെ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ ദേശീയ സെക്രട്ടറി അടക്കം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളുകളടക്കം ഈ ചെന്നിരുന്ന് ഇടതും വലതും ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ഇന്ന് കനയ്യകുമാർ എന്ന് പറയുന്ന ഇന്ന് രാജ്യത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നടക്കുന്ന പഴയ JNU-ലെ SFI-കാരനായിട്ടുള്ള, JNU-ലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആൾ വിളിച്ച മുദ്രാവാക്യം ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്നായിരുന്നു. ഹഫ്സല്ലാം ഷർമിന്ദാ ഹെ തേരെ ഖാത്തിൽ സിന്ദാ ഹെ എന്ന മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം വിളിച്ച് ക്ഷീണിച്ച കനയ്യകുമാറിന് ഇടതും വലതും ഇരുന്ന് അവൻ്റെ വേർപ്പ് വഴി ഒപ്പിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് താങ്കൾ ഇതിലപ്പുറം ഒരു ദേശഭക്തി പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഞാനും താങ്കളുമാണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ. കാരണം ഇവർ ദേശഭക്തരല്ല, ഇവർ ദേശീയ രാഷ്ട്രീയത്തിലും ദേശത്തിനെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഭാരതത്തിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വേണ്ടി ഭാരതത്തിലെ സാധാരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യമാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളത്. ഭാരതത്തിനകത്ത് രാജ്യം സ്വാതന്ത്ര്യപ്പെട്ടതിനു ശേഷം ഓഗസ്റ്റ് 15-ന്
ആപത്ത് 15 എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചവരാണ് കേരളത്തിലെ CPM ഉം രാഷ്ട്രത്തിലെ CPM ഉം. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ പതാകകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ ഉയർത്തിയില്ല എന്ന് പറഞ്ഞവരാണ് ഈ പറയുന്ന CPIM. അതിനുശേഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ചൈന യുദ്ധവേളയിൽ രാജ്യത്തിന് വേണ്ടി സ്തുത്യർഹമായിട്ടുള്ള സേവനം നടത്തി പരിക്ക് പറ്റിയിട്ടുള്ള ഭാരതത്തിന്റെ ജവാന്മാർക്ക് ഒരു തുള്ളി ചോര പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹികളുടെ ഏറ്റവും വലിയ അംബാസിഡർമാരാണ് കേരളത്തിലെ CPM ഉം രാജ്യത്തെ CPM ഉം. അങ്ങനെയുള്ള CPM-ൽ നിന്ന് ഇതിലപ്പുറം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇന്നിപ്പോൾ DYFIയുടെ നേതാവ് സനോജിനെ പോലെയുള്ള ആളുകളൊക്കെ വന്ന് വലിയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന 100 വർഷം പിന്നിട്ടിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന് രാജ്യസ്നേഹം പഠിപ്പിക്കാനൊന്നും VK സനോജും VK സനോജിൻ്റെ പാർട്ടിയും VK സനോജിൻ്റെ തലതൊട്ടപ്പന്മാരും ഒരു 100 ജന്മം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം പരം വൈഭവന്നേതു മേധസ്വരാഷ്ട്രം, ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടി സ്വയം അർപ്പിതമായ ജീവിതങ്ങളാണ് ഞങ്ങൾ എന്ന് ദിവസേന നെയ്മേന ശാഖയിൽ പ്രാർത്ഥന പാടുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ ഭാരതാംബയ്ക്ക് വേണ്ടി, ഈ ഭാരതത്തിൻ്റെ പരമമായ വൈഭവത്തിന് വേണ്ടി ജീവിക്കുന്ന 100 കണക്കിന് കോടിക്കണക്കിന് സ്വയം സേവകന്മാരുള്ള കേരളത്തിൽ, രാജ്യത്ത്, അങ്ങനെയുള്ള രാജ്യത്ത് തീർച്ചയായും CPM ഒരു തരത്തിലും ഭയക്കേണ്ടതില്ല. തീർച്ചയായും ഇതുപോലെയുള്ള ഗീതങ്ങൾ ഇനിയും പാടും. അത് വന്ദേ ഭാരതിലും പാടും, അത് മറ്റു സ്ഥലങ്ങളിലും പാടും. നിങ്ങൾ പറഞ്ഞല്ലോ സ്ഥലവും സാഹചര്യവും നോക്കി പാടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെയൊക്കെ ക്ഷേത്ര മൈതാനങ്ങളിൽ, ഉത്സവപ്പറമ്പുകളിൽ നിങ്ങൾക്ക് ബലികുടീരങ്ങളെ എന്ന ഗീതം പാടാമോ? നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പനെ അറിയാമോ? നിങ്ങളുടെ കമ്മിറ്റികളല്ലേ, നിങ്ങളുടെ ഭരണസമിതികളല്ലേ ആ പാട്ടിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ നിങ്ങളുടെ ഭരണസമിതികൾ, നിങ്ങളുടെ സംവിധാനങ്ങൾ, നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, അവിടുത്തെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റുമാരായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ബലികുടീരങ്ങളെ എന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് ഒരു വികാരവും വ്രണപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഒരാളുടെയും അവരുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൈകടത്തി എന്ന് നിങ്ങളുടെ നിലപാടുകൾ ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഈ നാട്ടിലെ അമ്പലങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വൈകാരിക ബന്ധങ്ങളും ഉണ്ടായില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയം, നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേശീയ ഇസ്ലാമികളെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ, APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുമ്പോൾ, യാക്കൂബ് മേമനെയും അഫ്സൽ ഗുരുവിനെയും പോലെയുള്ള തീവ്രവാദികൾക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നവരാണ് കേരളത്തിലെ CPM ഉം അതുപോലെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അത് പറയുമ്പോൾ ഞങ്ങളൊക്കെ ദേശവിരുദ്ധരാണെന്ന് നിങ്ങളൊരു 100 പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ പുതിയ തലമുറ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ പുതിയ തലമുറ അവസാനം പാടി നിർത്തിയതുപോലെ, ആ തലമുറയിലെ ആ കുട്ടികൾ അവസാനം പാടി നിർത്തിയതുപോലെ, ഇവിടെ വരൂ, ഈ കാറ്റൊന്നേൽക്കൂ, ഇവിടെ ഭാരതം ഉണരുന്നു, ഇവിടെ RSS ഉണരുന്നു എന്നല്ല പാടിയത്, ഇവിടെ ഭാരതം ഉണരുന്നു. വൈജയന്തിയുടെ കാലം, വൈഭവപൂർണ്ണമായ ഭാരതത്തിലേക്ക് നിങ്ങൾക്കും വരാം കമ്മ്യൂണിസ്റ്റുകാരാ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ, ഡോക്ടർ ജി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ RSSകാരും നാളെ RSS ആകാൻ പോകുന്ന ആളുകളും ഉള്ളൂ, 2 വിഭാഗം ആളുകളേ ഉള്ളൂ. എനിക്ക് നേരത്തെ ശ്രീ സതീഷ് വസന്ത് വ്യക്തിപരമായി എനിക്ക് നല്ലപോലെ അദ്ദേഹത്തിന് അറിയാം. കാരണം സ്ഥലവും സാഹചര്യവും നോക്കിയ പോലെ അമ്പലങ്ങൾ ഈ രീതിയിലുള്ള പാട്ടുകൾ പാടേണ്ട സ്ഥലമല്ല എന്ന് ശ്രീ സതീഷ് വസന്ത് വ്യക്തിപരമായി അതിനോട് യോജിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിന്തുടർന്ന ആശയം അങ്ങനെയല്ല നിലവിൽ. അതിനെന്ത് പറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു നിമിഷം, ശ്രീ ഡോക്ടർ NR മധു, ബലികുടീരങ്ങളെ പാടി 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 യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിടർന്നു താമര മുകുളങ്ങൾ. ഇതാ വിടർന്നു കഴിഞ്ഞു, ഗംഗയ്ക്ക് തീരത്തും ഒക്കെ വിടർന്ന് പന്തലിച്ച് കഴിഞ്ഞു താമര മുകുളങ്ങൾ. പക്ഷേ എൻ്റെ ചോദ്യം ഒരു കാര്യം മാത്രമാണ് എനിക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. പുതിയ തലമുറകളിലേക്ക്, പുതിയ ജനറേഷനിലേക്ക്, അറിയാലോ ജെൻസി തലമുറയെ നിരന്തരം ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ, കർണാടക തൊട്ട് അങ്ങ് ഡൽഹി വരെ. എന്താ നിങ്ങൾ വടിയെടുക്കാതെ, നിങ്ങൾ കലാപം ഉണ്ടാക്കൂ എന്നും പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇതാ ഇവിടെ നോക്കൂ, അവരിലേക്ക് നമ്മുടെ സ്വത്വം അത് ഉണ്ടാവാനേ പാടില്ല. അവർ നമ്മുടെ വൈഭവത്തെ അറിയാൻ പാടില്ല. കാരണം സ്വത്വം അറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് കുതിക്കാൻ, നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നില്ലേ? നിശ്ചയമായിട്ടും ഈ നമ്മുടെ മൂല്യങ്ങളിൽ നിന്നും ദേശീയ ബോധത്തിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവാക്കളെയും അടർത്തി മാറ്റുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ടേ ഉണ്ട്. അങ്ങനെ ഒരു അരാജക വ്യവസ്ഥയിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചാണ് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. അരാജകത്വം ഇല്ലാത്തടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയില്ല.
അപ്പോൾ ഇവിടെ രസകരമായ കാര്യം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹം എന്ന് പറയുന്നത് ഹറാമാണ് അവർക്ക്. ഞാൻ ഈ ഹറാം എന്ന വാക്ക് വളരെ ബോധപൂർവമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജിഹാദി പ്രസ്ഥാനവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ടാണ് ആ ജിഹാദിൻ്റെ ഒരു ടെക്നിക്കൽ ടേമാണ് ഈ ഹറാം. അതുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ചേരും. അപ്പോൾ ദേശീയത എന്ന് പറയുന്ന അവർക്ക് ഹറാമാണ്. അപ്പോൾ ദേശസ്നേഹം എന്ന് പറയുന്നത് ഹറാമാണ്. അത് സങ്കുചിത വികാരമെന്നാണ്. അന്തർദേശീയതയാണ് അത്രേ അവർക്ക് ശ്രേഷ്ഠം. ഒരു ചെറിയൊരു സംഭവം ഞാൻ പറയാം. ഈ ഭാരതം ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി അതിനെ വിമർശിച്ചുകൊണ്ട് എഴുതി, ഭാരതത്തെ പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രം ഇങ്ങനെ ആയുധവൽക്കരിക്കുന്നത് ശരിയല്ല, അണുവായുധം ലോകത്തിന് ഹാനിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു, എഡിറ്റോറിയലൊക്കെ എഴുതി. അതേസമയം ചൈന ഇതേ പരീക്ഷണം നടത്തിയ സമയത്ത് ദേശാഭിമാനിയുടെ ക്യാപ്ഷൻ എന്താണെന്ന് അറിയാമോ? അമ്പരക്കുന്ന ലോകം പുഞ്ചിരിക്കുന്ന ചൈന. അപ്പോൾ ചൈനയ്ക്കാവാം, ഭാരതത്തിനാവാൻ പാടില്ല. ഇതാണ് ഇവിടെ കുട്ടികൾ ദേശഭക്തിഗാനം പാടുമ്പോഴുള്ള പ്രശ്നം. ഈ ദേശീയബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാരതം അഖണ്ഡമാകും. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഈഴവനെന്നോ പുലയനെന്നോ തമിഴനെന്നോ മലയാളി എന്നോ ഇത്തരം ഭേദവിചാരങ്ങളില്ലാതെ നാം ഒരമ്മ പെറ്റ മക്കളാണ് എന്ന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് SFI എന്താ പഠിപ്പിക്കുന്ന ഗുരുവിന് കുഴിമാട ഒരുക്കാൻ പഠിപ്പിക്കുന്ന DYFIക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും എന്താ അധ്യാപകൻ്റെ കാല് വെട്ടാൻ പഠിപ്പിക്കുന്നു, അധ്യാപകനെ ക്ലാസ്സിൽ കയറി വെട്ടിക്കൊല്ലാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അരാജകത്വത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുന്നു. ഒരു കാര്യം അല്പം മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ വക്താവാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം പറയണ്ടായി ഈ പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വന്ദേ ഭാരത്, അതുകൊണ്ട് അത്തരം വന്ദേ ഭാരത് പോലെയുള്ള ഈ പൊതുമുതൽ ടാക്സ്, ജനങ്ങളുടെ ടാക്സ്, അത് BJPക്കാരുടെ RSകാരുടെ മാത്രമല്ലല്ലോ എന്ന് അദ്ദേഹം പറയണ്ടായി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസം മലയാള സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുത്തല്ലോ, അത് നമ്മുടെ പൊതുമുതൽ തന്നെയാണല്ലോ. അതിൽ മലയാള ഗാന രചനയിൽ അവാർഡ് കൊടുത്തത് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിക്കാണ്. അപ്പോൾ ഹിരൺദാസ് മുരളിക്ക് നിങ്ങൾ അവാർഡ് കൊടുക്കുമ്പോൾ പൊതുമുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പാട്ടിലെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഈ കുടിച്ച കള്ള് കള്ളം ഒന്നും പറയില്ലടാ എന്ന് നമ്മുടെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കുന്ന ആ പാട്ട് കൊണ്ടല്ല നിങ്ങൾ അവാർഡ് കൊടുത്തത്. കാരണം ഹിരൺദാസ് മുരളിയുടെ പ്രായോജകർ എന്ന് പറയുന്നത് കേരളത്തിലെ ജിഹാദി സംഘടനകളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹിരൺദാസ് മുരളിക്ക് ഒരു ദളിത പരിവേഷം കൊടുക്കുന്നത് പോലും ഇവിടുത്തെ ജിഹാദി സംഘടനകളാണ്. ആ ജിഹാദി സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത്. അപ്പം ആ ടാക്സ് അയാൾക്ക് കൊടുത്ത അവാർഡ്, ആ അവാർഡിൽ അയാൾ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു, അയാളുടെ പാട്ടിലെ വരിയാണ്. ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ എന്ന് പറയുന്നത് LTTകളാണ്. ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTTക്കാരെ ഉദാത്തീകരിക്കുന്ന ഗാനം, അത് എഴുതിയത് കൊണ്ടാണ് അയാൾക്ക് അവാർഡ് കൊടുത്തത്. മ്യാൻമറിലെ ബുദ്ധൻ ചോര കുടിച്ചിരിക്കുന്നു എന്ന് പാടുന്നു. ആരെയാണ് സബ്ലിമൈസ് ചെയ്ത് ഉദാത്തീകരിക്കുന്നത്? റോഹിംഗ്യൻ. മതമൗലികവാദത്തിൻ്റെ മറ്റൊരു പേരായ റോഹിംഗ്യനെയാണ് അവിടെ സ്തുതിക്കുന്നത്. അപ്പം ഈ അർബൻ നക്സലുകൾക്ക് വേണ്ടിയും ഇവിടുത്തെ ജിഹാദികൾക്ക് വേണ്ടിയും വരിയെഴുതുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതും സഖാവെ ഇവിടുത്തെ പൊതുമുതലെടുത്തിട്ടാണ്. ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ലല്ലോ. അപ്പോൾ വന്ദേ ഭാരതത്തിൽ വന്ദേമാതരം പാടിയ കുട്ടികൾ, രാജ്യത്തെ സ്തുതിച്ച പാട്ട് പാടിയ കുട്ടികൾ, അത് ദക്ഷിണ റെയിൽവേ എടുത്ത് അവരുടെ വെബ്സൈറ്റിൽ ഇട്ടു, അല്ലെങ്കിൽ അവർ ട്വീറ്റ് ചെയ്തു എന്നുള്ളത് ഒരു അപരാധമൊന്നുമല്ല. ഇത്തരം ഒരു മംഗളമുഹൂർത്തത്തിൽ നടക്കുന്ന കൊച്ചുകുട്ടികൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ കൊച്ചുകുട്ടികൾ പാട്ട് പാടുന്ന ഇതേപോലെ ദേശഭക്തി ഗാനം പാടിയ കുട്ടി, അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആ വിഷ്വൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രാജ്യവിരുദ്ധമല്ലാത്ത ഒരു ദേശസ്നേഹം പ്രോജ്വലിപ്പിക്കുന്ന ഒരു ഗീതം കുട്ടികൾ പാടുമ്പോൾ അത് ദക്ഷിണ റെയിൽവേ എടുത്തിടുക എന്ന് പറയുന്നത് ആ ദക്ഷിണ റെയിൽവേയുടെ കാഴ്ചപ്പാട് കറക്റ്റാണെന്നുള്ളതാണ്. അവർ യഥാർത്ഥ നിലപാടെടുത്തു എന്നാണ്. ഇനി ഒരു കാര്യം പറയാം, ഇനിയുള്ള കാലത്ത് നിങ്ങൾ ഈ ദേശഭക്തി ഗാനം ഒന്നും കേൾക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം ദേശഭക്തിയുടെ വസന്തകാലം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയും കുഴിച്ചുമൂടാൻ ശ്രമിച്ച ദേശീയത, ഭാരത ദേശീയത, ഭാരതത്തിൻ്റെ ദേശഭക്തി, അത് അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖ, ആ ശാഖയിലൂടെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ജനങ്ങളെ ഈ ദേശീയബോധവും ദേശസ്നേഹവുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസിയായ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശാഖയിലൂടെ ഇത് പഠിപ്പിച്ചു. ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം വളർന്നപ്പോൾ സംഘത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ ഈ രാജ്യത്തുണ്ട്. LKG മുതൽ
അങ്ങ് കോളേജുകൾ വരെയുള്ള ആയിരക്കണക്കിന് വിദ്യാലയങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ ഈ ദേശഭക്തി ഗാനവും വന്ദേമാതരവും ഒക്കെ പാടി പഠിച്ചു വരികയാണ്. നിങ്ങൾ ചിലരൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഞാൻ, ഇത് വളരെ ആസൂത്രിതമായി പാടിയതാണെന്നും. ഇതിന് ബദലായിട്ട് DYFIക്കാർ റെയിൽവേ സ്റ്റേഷനിൽ പോയി സാരേ ജഹാംസെ അച്ഛ പാടിയപ്പോൾ എത്ര പേപ്പർ തുണ്ട് നോക്കിയാ പാടിയത്. ആ കൊച്ചു കുട്ടികൾ കണ്ണും പൂട്ടി പാടുക. എന്താ കാരണം എന്നറിയാവോ? എല്ലാ ദിവസവും പാടുന്ന പാട്ടാണ് അവരിതൊക്കെ. ഇതുപോലെ ഒരു 100 പാട്ട് വേണേൽ അവർ പാടും. കാരണം അവരുടെ രക്തത്തിൽ ഈ വികാരം അലിഞ്ഞു ചേർന്നിരിക്കുക. ഈ ദേശീയബോധം ഉണർത്തുന്ന വിദ്യാലയങ്ങൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ട്. നിങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആരെ പ്രീതിപ്പെടുത്താനാ? ഈ ദേശീയബോധം, ഭാരതത്തിൻ്റെ സംസ്കാരം, മൂല്യങ്ങൾ പഠിച്ചു വളരണം. അല്ലാതെ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന പാട്ടും കൂത്തുമല്ല പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഒരു വിഭാഗം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാമെന്ന് കട്ടിച്ച് സമ്മതിച്ചതുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്, അത് അടിച്ചു മാറ്റാം എന്നുള്ളത് കൊണ്ടാണ്, അല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ പശ്ചിമഘട്ടത്തിനിപ്പുറത്തേക്ക് ദേശീയവാദം ഞങ്ങൾ വളരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വളരെ രോഷം കൊണ്ടു കുട്ടികൾ ഈ പാട്ട് പാടിയപ്പോൾ. ഈ മുഖ്യമന്ത്രിയാണ് കട്ടിംഗ് സൗത്ത് വാദികൾക്ക് ആദ്യമായി കേരളത്തിൽ പച്ചക്കൊടി കാണിച്ചത്. അതായത് ഉത്തര ഭാരതത്തിൽ നിന്ന് ഈ ദക്ഷിണ ഭാരതത്തെ, തമിഴ്നാട്, കേരളം, ആന്ധ്ര ഒക്കെ അടങ്ങുന്ന ഈ ദക്ഷിണ ഭാരതത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജിഹാദി അർബൻ നക്സലുകൾക്ക് അവരുടെ പരിപാടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ. ആരുടെ ടാക്സാണ് സഹോദര? ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആരുടെ ടാക്സാ? ഈ രാജ്യത്തെ കണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ വേണ്ടി ഒരു കാലത്ത് ഇതിനെ 17ആയി മുറിക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയ കമ്മ്യൂണിസ്റ്റുകാർ. അവർക്ക് എന്ത് ദേശീയതയാണ് ഉള്ളത്? ഈ രാജ്യം അഖണ്ഡമാകണമെന്ന് കൊച്ചു കുട്ടികൾ പാടി പഠിപ്പിക്കുമ്പോൾ അത് പാടില്ല എന്ന് അവർ എന്തുകൊണ്ടാണ് പറയുന്നത്? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ രാജ്യത്തെ 16ആയി വെട്ടിമുറിക്കണമെന്നേ ജിന്ന പറഞ്ഞുള്ളൂ, മുഹമ്മദ് അലി ജിന്ന. അതുപോരാ, PC ജോഷി, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി അന്ന് എഴുതിയ കത്ത് ആർക്കൈവ്സിലുണ്ട്. 17ആയിട്ട് മുറിക്കണം എന്നാ പറഞ്ഞത്. ഭാരതത്തെ 16ആയിട്ട് മുറിച്ചാൽ പോരാ, 17ആയി മുറിക്കണം എന്ന് പറഞ്ഞവർക്ക് എന്ത് ദേശീയബോധമുള്ളത്? അവർക്ക് എന്ത് ദേശീയഗാനമുള്ളത്? അവരെന്നാ ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത്? സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആചരിച്ച പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കൊച്ചുകുട്ടികൾ ദേശഭക്തി ഗാനം പാടുമ്പോൾ ചൊറിച്ചിലുണ്ടാവുക സ്വാഭാവികമാണ്. ഇരുന്ന് ചൊറിയേ ഇനി പറ്റത്തുള്ളൂ. കാരണം ഈ രാജ്യത്തിൽ ദേശീയതയുടെ വസന്തകാലമാണ് വരുന്നത്. ആ വസന്തകാലത്തിൽ നിങ്ങളുടെ ശുഷ്കമായ വാദങ്ങളെല്ലാം, മുരടിച്ച വാദങ്ങളെല്ലാം അറബിക്കടലെടുത്തു പോവുകയുള്ളൂ. യാതൊരു സംശയവും വേണ്ട. ഈ കേരളത്തെ, പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്തേക്കുള്ള കേരളത്തെ അടർത്തി മാറ്റി നിങ്ങൾക്ക് ബംഗ്ലാദേശിനെ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയോ ഒക്കെ ആക്കണമെന്ന വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഇവിടുത്തെ കൊച്ചു കുട്ടികളടക്കം ഇത്തരം പാട്ടുകൾ പാടി വളർന്നു വന്നു കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞ ഒരു മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്തെ അടിമുടി ദേശവൽക്കരിച്ചു കഴിഞ്ഞു, ദേശീയവൽക്കരിച്ചു കഴിഞ്ഞു, ദേശഭക്തിയിൽ ആറാടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ സഹിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. അത് റെയിൽവേയിലും പാടും, വിമാനത്തിലും പാടും, ഇതൊക്കെ ഇവിടെ നടക്കും. അത് സഹിക്കാവുന്നവരിവിടെ തുടരുക. അല്ലാത്തവർക്ക്, നിങ്ങൾക്ക് സ്വന്തമായി എത്രയോ രാജ്യങ്ങളുണ്ട്. നിങ്ങൾ പാലസ്തീൻ്റെ പതാക പിടിക്കുന്നില്ലേ? ഈ കേരളത്തിൻ്റെ തെരുവിൽ പാലസ്തീൻ്റെ പതാക പിടിക്കുന്നില്ലേ? ഹമാസിൻ്റെ പതാക പിടിക്കുന്നില്ലേ? പാകിസ്ഥാൻ്റെ പതാക പോലും നിങ്ങൾ പിടിക്കുന്നില്ലേ? നിങ്ങൾ ആകെ കത്തിച്ചിട്ടൊന്ന് ഭാരതത്തിൻ്റെ പതാക മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതത്തിൻ്റെ പതാക കത്തിച്ച പാരമ്പര്യമുണ്ട്. അവർക്ക് ദേശീയവാദം ഉണ്ടാവില്ല, ദേശസ്നേഹം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ദേശ സ്നേഹവും ദേശീയവാദവും അടങ്ങുന്ന ഗീതങ്ങളും ഗാനങ്ങളും വന്ദേമാതരവും ഒക്കെ അസഹ്യമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഈ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ എന്ന ദേശീയ ഗാനമുള്ള സ്ഥലത്തേക്ക് താമസം മാറ്റുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. തീർച്ചയായും എനിക്കതിൽ ഒരു ആഡ് ഓൺ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ ഒരു പക്ഷേ എല്ലാവർക്കും ഒരു പരിവർത്തനം ഉണ്ടാകും എന്നൊരു ശുഭപ്രതീക്ഷ കൂടി ഞാൻ ഇതിനോട് ഒപ്പം ചേർക്കുകയാണ്. ശ്രീ ഡോക്ടർ NR മാധു, ഒരു കാര്യം, വിശ്വവിജയമൊക്കെ കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദൻ തിരിച്ചെത്തിയപ്പോൾ, ഭാരതത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള കരഘോഷങ്ങളും ഒക്കെയായി അവിടെ എത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ആ പുഴിയിലേക്ക് എടുത്തു ചാടുകയും ആ മണൽ കൊണ്ട് തൻ്റെ ശരീരമാസകലം ഒരു വിഭൂതി പോലെ ഇങ്ങനെ പുണരുകയും ചെയ്യുന്നൊരു കാഴ്ച, ഉരുണ്ടു മറയുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അപ്പം കൗതുകത്തോടു കൂടി രാജാവ് ചോദിച്ചു, ഇത് എന്താണ് സ്വാമി ഇങ്ങനെ കാണിച്ചത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി, വിശ്വത്തിൻ്റെ പല ഭാഗങ്ങളിലായി എൻ്റെ യാത്രയിൽ
അല്പമൊക്കെ ഞാനൊന്ന് ശുദ്ധീകരിക്കാൻ, ഭാരതത്തിൻ്റെ ഈ പവിത്രമായ മണൽത്തരികളിലൂടെ ഞാനൊന്ന് ശുദ്ധീകരിക്കപ്പെട്ടതാണ് എന്ന വളരെ പ്രധാനപ്പെട്ടൊരു മറുപടി. അത്രമേൽ ഈ ഭാരതത്തിൻ്റെ ഓരോ മണൽത്തരികളും അത്രമേൽ പവിത്രമാണ്, പ്രധാനപ്പെട്ടതാണ്. ആ ഭാരതമാണ് മുന്നേറേണ്ടത്. ശ്രീ സതീഷ് വസന്ത്, ജന്മകാരിണി ഭാരതം, കർമ്മമേദിനി ഭാരതം, നാനാഭാഷകൾ അമൃതം ചൊരിയും നാവും പുഞ്ചിരിയും, നാനാദേശക്കാരുടെ നാനാവേഷത്തിനൊളിയും, വീരപുരാതന സംസ്കാരത്തിൽ വേരോടും മണ്ണും. പി ഭാസ്കരൻ മാസ്റ്ററുടെ സുന്ദരമായ വരികളാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആകാശവാണിയിൽ നിരന്തരം കൃത്യമായി തന്നെ പ്രചരിപ്പിച്ചതാണ്. ഇന്നും ആർക്കൈവ്സിൽ അതുണ്ട്. ഇനി സാരേ ജഹാംസെ അച്ച, ഇന്ന് സ്വന്തമായൊരു ഗണഗതി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എന്തായാലും സാരേ ജഹാംസെ അച്ച അവർ അംഗീകരിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധ സൂചകമായിട്ട് പാടിയ പാട്ടാണത്. ഈ സാരേ ജഹാംസെ അച്ച എന്നതിൻ്റെ അടുത്ത വരി ഹിന്ദുസ്ഥാൻ ഹമാരാ ഹെ. സതീഷ് വസന്ത്, ആരാണ് ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാട്ടിനെ നമ്മൾ വിമർശിക്കുന്നത്? ഞാൻ ആദ്യമേ ഇതിൽ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ എവിടെ എങ്ങനെ അത് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ദോഷവശമാണ്. ഇപ്പം ബഹുമാനപ്പെട്ട മധുസാർ പറയുന്നത് കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ട് RSSൻ്റെയും BJPയുടെയും ആ ലൈനിൽ ഇല്ലാത്തവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളാന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ശരി. അദ്ദേഹം പറയുന്ന ധ്വനി അവസാനം വന്ന് വെച്ചേക്കുന്നതാണ് കാര്യം. അവർ പറയുന്ന ഡ്രസ്സ്, അവർ പറയുന്ന ഭക്ഷണം, അവർ പറയുന്ന രീതിയിൽ, അവർ പറയുന്ന പാട്ടുകൾ, അവർ പറയുന്ന ദേശീയഗാനം, ഇതൊക്കെ അനുസരിച്ചാലേ ഇന്ത്യക്കകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എവിടത്തെ ന്യായം സാറേ? ഞാൻ ഒരു കാര്യം പറ്റി, സാറ് നേരത്തെ പറഞ്ഞല്ലോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് നിങ്ങളത്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ എതിർക്കുന്നത് ഇതുകൊണ്ടാണെന്നേ. നിങ്ങൾ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യം എല്ലാം വാങ്ങിച്ചു തന്നത് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണെന്ന്. BJPയുടെ പ്രയത്നത്തിൻ്റെ ഫലത്തിൽ, അല്ലെങ്കിൽ RSSൻ്റെ പ്രയത്നം. നിങ്ങൾ 100 വർഷം ആയിക്കോട്ടെ, കുഴപ്പം. അത് നിങ്ങളുടെ സംഘടനയിലായിക്കോട്ടെ, നിങ്ങളുടെ സംഘടനയിൽ പാടുകയോ ഏത് പാട്ട് പാടുകയാണെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ലെന്നേ. അത് ഇതിൽ വരുമ്പോൾ പ്രശ്നത്തില്ല. ഇപ്പം സാറ് പറയാനായിട്ടു ഇപ്പം സിനിമാ പാട്ട്, ഇപ്പം കൊടുത്തിട്ടുള്ള വേടൻ്റെ പാട്ടും ഇന്നലെ ഈ നമ്മളെ ട്രെയിനിൽ പാടിയതായിട്ട് ഒരു കോമ്പിനേഷൻ കൊടുക്കാൻ, അതെങ്ങനെയാണ് രണ്ടും പറഞ്ഞത്? അത് ടാക്സ് കൊടുത്തല്ലാണ്. നോക്കൂ, അത് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ജൂറി കൊടുത്തിട്ടുള്ളതാണ്. ആ ജൂറി തിരഞ്ഞെടുക്കുന്ന ഗാനമാണ്. അതുപോലെ തന്നെ വന്ദേ ഭാരത് ജൂറി തിരഞ്ഞെടുക്കാനാണോ? ഇതെന്താണ് സാറ് ആ ഒരു ബന്ധം ഇത് അഭേദ്യമായ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്? ഇന്ത്യക്കകത്ത് ഞാൻ പറയുന്നത്, ഞാൻ പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചിട്ടുള്ളത്. അത് ആ കാലഘട്ടത്തിലൊന്നും സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് BJPക്കോ RSSനോ ഒരു ബന്ധവും ഞാൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ല. പിന്നെ പുതിയ യുവാക്കൾ, അല്ലെങ്കിൽ പുതിയ നമ്മളെ യുവാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഇവർ പഠിപ്പിച്ചെടുക്കുകയെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതെല്ലാം BJPയും RSSും ആണെന്നുള്ള നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. എന്റെ ഭാരതം നന്നാവണം, എന്റെ ഭാരതം മുന്നോട്ട് കുതിക്കണം, ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ സ്വാതന്ത്ര്യ സമരവും അതിന്റെ ഭാഗവും ഒക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സംഘശാഖയിൽ എന്ന് പറഞ്ഞൊരു ആളുണ്ടാവും. അദ്ദേഹം സംഘമണ്ഡല എന്ന് പറയുമ്പോൾ ഉള്ള എല്ലാവരും ചേർന്ന് കയ്യങ്ങ് പിടിക്കും. എല്ലാവരും അതിനപ്പുറത്തേക്ക് തൊട്ടടുത്തുള്ള ആളുടെ ബാക്ക്ഗ്രൗണ്ടോ അയാളുടെ ജാതിയോ മതമോ ഒന്നും തന്നെ അവിടെ അന്വേഷിക്കത്തില്ല. നിശബ്ദമായ ഒരു വിപ്ലവം, നിശബ്ദമായ ഒരു സമാജ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. പിന്നെ പുന്നപ്ര വയലാറൊക്കെ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. സതീഷ് വസന്ത്, സമയക്കുറവോട് മാത്രം ഞാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെ പോയിന്റ് കൃത്യമാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ക്ഷേത്രങ്ങളിൽ പണ്ട് സാംബശിവൻ, കൊല്ലം ബാബു ഒക്കെ കഥാപ്രസംഗം നടത്തുമ്പോഴത്തേക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുമായിരുന്നല്ലോ. അന്നൊന്നും ഇത് ജാതിയിലോ മതത്തിലോ ഒന്നും ആരും നോക്കിയിട്ടില്ല. അത് ചോദ്യം ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് ഈ പ്രശ്നം ഞാൻ പറയട്ടെ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്ന ആളെ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നു. മഹാത്മാഗാന്ധിയെ രാവിലെ ഏകാത്മമാനവ സ്തോത്രം പാടുന്ന ആൾക്കാരാണ് ഈ RSS. അതിനകത്ത് മഹാത്മാഗാന്ധി ഉണ്ട്, ചരിത്ര പുരുഷന്മാർ മുഴുവനുണ്ട്, ഡോക്ടർ അംബേദ്കർ ഉണ്ട്. ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ സതീഷ് വസന്ത്, ഒരു മറുപടി വേണം. നന്ദു, നമുക്ക് വൈഡപ്പ് ചെയ്യാനായി മറുപടി. ഇതിനകത്ത്
ഇദ്ദേഹത്തെ പോലെയുള്ള ആൾ, രാഹുൽ ഗാന്ധി ഒരു 100 വട്ടം ഇത് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് നടന്നാലും വീണ്ടും ഈ ആരോപണം കൊണ്ടുവരുന്നവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. അവരുടെ പങ്ക്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള സോമനാഥ് ചാറ്റർജിയുടെ അച്ഛനാണ് ഹിന്ദു മഹാസഭയുടെ നേതാവ് എന്ന് കേരളത്തിലെയും രാജ്യത്തെയും എല്ലാവർക്കും അറിയാം, അക്ഷരം വായിക്കുന്നവർക്കെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യം ആർക്കാണ് ഉള്ളത് എന്നും അവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ പാരമ്പര്യമുള്ളവർ ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു കാലത്തും, ഞാൻ ഒരു കാര്യം വളരെ കോൺഫിഡൻ്റ് ആയി പറയാം, നിങ്ങൾക്കൊരു കാലത്തും RSSകാർ ഗാന്ധിയെ കൊന്നു എന്ന് നിങ്ങൾക്ക് ഒരിടത്തും പറയാൻ സാധിക്കില്ല. കാരണം അത് സത്യമല്ല എന്ന് ഇതിനോടകം രാജ്യം തെളിയിച്ചു കഴിഞ്ഞു, രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവരുടെ അസഹിഷ്ണുത എവിടെയാണ്? ഈ പറയുന്ന ദേശഭക്തി ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അസ്വസ്ഥതയുള്ളത്. അവർ പറയുന്നത് ഇത് പാടേണ്ട സ്ഥലം ഇതായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, 2015 KM മാണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ KM മാണിയെ തടഞ്ഞുകൊണ്ട് LDFിൻ്റെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അടക്കമുള്ളവർ ആ പറയുന്ന നിയമസഭയ്ക്കകത്ത് കാട്ടിക്കൂട്ടിയ ലീലാവിലാസങ്ങൾ നമുക്കെല്ലാം അറിയാം. അതിനപ്പുറത്ത് അന്ന് അവരവിടെ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അന്ന് ഈ പറയുന്ന ബലികുടീരങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന നിയമസഭയ്ക്കകത്ത് പാടിയവരാണ്. ഇന്ന് ഈ പറയുന്ന കുട്ടികൾ പാടിയ ദേശഭക്തി ഗാനത്തിൽ നിന്ന് അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറയുന്നത് എന്ത് ഉളുപ്പാണ് ഹേ നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആ കുട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ. ഇനി അത്തരം കുട്ടികളെ നിശബ്ദമാക്കാനുള്ള പരിശ്രമം, ഇതിപ്പോൾ നമ്മളിത് ചെറുതായിട്ടല്ല കാണേണ്ടത്. ഒരു തലത്തിൽ ഒരു വികസനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളൊരു ആംഗിളും, അതിനോടൊപ്പം ആ വികസനത്തിനോടൊപ്പം തന്നെ രാജ്യത്ത് ഈ കള്ളു കുടിച്ച കാര്യങ്ങൾ മാത്രം പാടുകയും ഇത്തരത്തിൽ രാജ്യത്തിനെതിരെയും സംസ്കാരങ്ങൾക്കെതിരെയും പാടുന്ന വേടൻ്റെ പാട്ടുകൾ ഈ നാട്ടിൽ വലിയ കാര്യങ്ങളായിട്ട് താലത്തിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഇത്തരത്തിൽ ഭാരതാംബയ്ക്ക് സ്തുതി പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ഭാരതാംബയുടെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ, ഭാരതത്തിൻ്റെ നല്ല കാര്യത്തെക്കുറിച്ചുള്ള പാട്ടുകൾ, അത്തരം പാട്ടുകൾ പാടിയ ചെറിയ വിദ്യാർത്ഥികളെപ്പോലും ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക്, അതാണ് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾക്ക് വേണ്ടി, അവരുടെ വോട്ടുകൾക്ക് വേണ്ടി, ആ കുഞ്ഞു കുട്ടികളുടെ മനസ്സുകൾ നോവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ആര് തയ്യാറായാലും ഒരു കാര്യം വളരെ കൃത്യമായി പറയാം, ഈ രാജ്യത്തെ ദേശസ്നേഹികൾ ഹൃദയം കൊടുത്ത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭീഷണി DYFIയുടെ VK സനോജിൻ്റെയും ഇത്തരത്തിൽ LDFിൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയും ഭീഷണികൾക്ക് മുന്നിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് പണയം വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവരെ എന്തു വില കൊടുത്തും, അത് ശാരീരികമായിട്ടാണെങ്കിൽ, കായികമായിട്ടാണെങ്കിൽ, മനസ്സുകൊണ്ടാണെങ്കിൽ, ആ കുട്ടികളെ സംരക്ഷിച്ചു പിടിക്കാൻ കേരളത്തിലെ 100 കണക്കിന്, രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഈ നാട്ടിലെ ദേശസ്നേഹികൾ ഉണ്ടാകുമെന്ന് CPMനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുക. ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭീകരവാദികളുടെ മുട്ടിലിഴയുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്താനുള്ള പുതിയൊരു ജനാധിപത്യത്തിൻ്റെ സൂര്യോദയം കേരളത്തിനകത്തുണ്ടാവും. അന്ന് നിങ്ങൾ ഉറപ്പിച്ചോ, വന്ദേ ഭാരതിനകത്ത് പാടിയ ഈ പാട്ടുകൾ, ഈ ഗണഗീതങ്ങൾ നിങ്ങളുടെ നിയമസഭയ്ക്കകത്ത് ഇതിലും ഉച്ചത്തിൽ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. രാജ്യത്തിനകത്ത് ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത് എവിടെ പാടണമെന്ന് ഈ നാട്ടിലെ ദേശഭക്തരായിട്ടുള്ള ജനങ്ങൾ തീരുമാനിക്കും. അത് എവിടെയും പാടും. അത് CPMന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തിട്ടൂരത്തിന് പാടാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ്റെയും CPMകാരൻ്റെയും തിട്ടൂരത്തിനപ്പുറത്ത് അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അങ്ങ് കച്ച് മുതൽ കാമരൂപ് വരെ, ഈ ഭാരതത്തിൻ്റെ അഖണ്ഡ ഭാരതത്തിനകത്ത് എവിടെയും ഈ ദേശഭക്തർ ഇത്തരം ദേശഭക്തി ഗാനങ്ങളും ഭാരത് മാതാ കി ജയും വിളിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. വികസനത്തെ തടയാൻ, വികസനത്തിന്റെ ചർച്ച വരാതിരിക്കാൻ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയം, ഇത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയം, ഇത്തരത്തിൽ തരംതാണ രാഷ്ട്രീയം, അത് വികസനം ചർച്ച ചെയ്യപ്പെടരുത് എന്ന നിങ്ങളുടെ ആവശ്യത്തിലാണ് നിങ്ങൾ ഇത്തരത്തിൽ വില കുറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾ കളിക്കുന്നത്. ഈ വില കുറഞ്ഞ രാഷ്ട്രീയം അത് കേരളത്തിൽ CPMനും കേരളത്തിലെ കോൺഗ്രസിന്റെയും അന്തകനായി മാറും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. ഇവിടുത്തെ ദേശഭക്തർ കൃത്യമായി മാത്രം ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. നന്ദു വളരെയധികം നന്ദി. ഒപ്പം മറ്റ് അതിഥികൾക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വാക്ക്, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോടാണ് ഒരു വാക്ക്. ദയവായി നിങ്ങളെങ്കിലും ഈ വരികളൊന്ന് പഠിക്കുക. ഓരോ വരിയിലെയും സ്നേഹം തുളുമ്പുന്ന ആ വികാരം ദയവായി ഒന്ന് മനസ്സിലാക്കുക. സമയക്കുറവുണ്ടാവുമെന്നറിയാം, എന്നാലും നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. യെസ്, ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ അതിഥികൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.